ഇത്തവണ പാർലമെൻറ്റിലേക്ക് ജയിച്ച 3 പേരുടെ പേരുകൾ ഞാൻ പറയാം. ഒന്ന്, അബ്ദുൾ റഷീദ് ഷെയ്ഖ്, എഞ്ചിനീയർ റിയാസ് റഷീദ് എന്ന് പറയും. അദ്ദേഹം ബാരാമുള്ളയിൽ നിന്ന് 4,72,481 വോട്ടുകൾ നേടി 47% വോട്ടുകൾ നേടിയാണ് ജയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആൾ അമൃതപാൽ സിംഗ്, പഞ്ചാബിൽ നിന്നാണ്. വിഘടനവാദിയാണ്, ഖലിസ്ഥാൻവാദിയാണ്. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മറ്റൊന്ന് ബിയാൻ സിംഗ്, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ബിയാൻ സിംഗിൻ്റെ മകൻ സബർജിത് സിംഗ് ഖൽസ പാർലമെൻറ്റിലേക്ക് ജയിച്ചിട്ടുണ്ട്. എഞ്ചിനീയർ റാഷിദും അമൃത്പാൽ സിംഗും NIA കേസിൽ പ്രതികളാണ്. ഇന്ത്യയെ വെട്ടിമുറിച്ച് വേറെ രാജ്യമുണ്ടാക്കണമെന്ന് പറയുന്നവർ. ഇങ്ങനെ 3 പേർ പാർലമെൻറ്റിലേക്ക് വരികയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണോ? ചില മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നു. ഈ ജനാധിപത്യത്തിൻ്റെ വിജയം ഒരു കണക്കിന് അതിന് പറയാം. കാരണം ഇവരെല്ലാം മത്സരിക്കുമ്പോൾ നോമിനേഷൻ പേപ്പർ സമർപ്പിക്കുമ്പോഴൊക്കെ ദേ ഓ ദെയർ അലീജിയൻസ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. അംഗീകരിക്കുന്നു. ഇതിലും വലിയ കൊലപാതകം നടത്തിയ, 100 കൊലപാതകം നടത്തിയ ഫുലാൻ ദേവി, അവരും മധ്യപ്രദേശിൽ നിന്ന് ജയിച്ചു MP ആയിരുന്നു. അപ്പോൾ ഈ ഒരാൾ ജനാധിപത്യ രീതിയിലേക്ക് വരികയാണെങ്കിൽ അതിന് സൗകര്യം നമ്മുടെ ഭരണഘടന അനുസരിച്ചുണ്ട്. അയാൾ കേസിൽ പ്രതിയാണ്, രാജ്യദ്രോഹ കേസിൽ പ്രതിയാണ്. ബട്ട് ദെൻ ഹി വാണ്ട് ടു കം ബാക്ക്. അയാൾ ജയിച്ചു, അയാൾ സത്യപ്രതിജ്ഞ ചെയ്യണം. എഗെയിൻ ഭരണഘടന വരുന്നുണ്ട്. അപ്പോൾ ഒരു വിഘടനവാദം അയാളുടെ മനസ്സിലുണ്ടായി എന്ന് വിചാരിച്ചിട്ട് അയാളെ ഉപേക്ഷിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ ഭരണഘടന. അയാൾക്ക് റിഫോം ചെയ്യാൻ, പക്ഷേ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. ചെയ്ത ഇതിന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ NIA കേസിലെ പ്രതിയാണ്. അവർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ജയിലിൽ പോകണം, അവർ വിചാരണ നേരിടണം, ഇതെല്ലാം ചെയ്യണം. പക്ഷേ ഞാൻ ആ പാത വിട്ടു, ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് വരുന്നു. എൻ്റെ കൂടെയും ജനങ്ങളും ഉണ്ട്. അപ്പോൾ ജനങ്ങളും ഇയാൾ വോട്ട് ചെയ്യുന്നവരും ഇത് കാണുന്നുണ്ട്. ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നു, എങ്ങോട്ടാണ് ഇയാൾ പോകുന്നത്. അയാൾ ഈ പാതയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ വന്നോട്ടെ, 3 പേരെങ്കിലും 3 പേര് വന്നോട്ടെ. ഇവർ പാർലമെന്റിൽ ഇവരുടെ ശബ്ദം ഉയർത്താനാണ് ഇതൊന്നുമില്ലാതെ ഇതിലും വലിയ ഓപ്പറേഷൻ നടത്തിയ ആളാണ് ജയപ്രകാശ് നാരായൺ. ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ മാക്സിമം സകല കുറ്റങ്ങളും മാപ്പാക്കിക്കൊണ്ട് ആയുധം താഴെ വെച്ചിട്ട് നിങ്ങളുടെ പേരിൽ യാതൊരു കേസും ഇനി ഉണ്ടാവില്ല, പക്ഷേ ഈ പ്രവൃത്തി നിർത്തണം എന്ന് പറഞ്ഞ് ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ പോലീസുകാർ പല രീതിയിൽ അമർച്ച ചെയ്യാൻ നോക്കിയിട്ട് പറ്റാതെ ജയപ്രകാശ് നാരായൺ കൊണ്ടുവന്ന സ്കീമാണ് പൊതുമാപ്പ്. ശരി, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ ഈ പാത ഉപേക്ഷിക്കാൻ തയ്യാറാണോ? നിങ്ങളെക്കൊണ്ട് സമൂഹത്തിനും ശല്യം, സമൂഹത്തെ ഭയന്നിട്ട് നിങ്ങളും ചമ്പൽക്കാട്ടിൽ ഒളിച്ച് ജീവിക്കേണ്ടി വരുന്നു. ജീവിതകാലം മുഴുവൻ ഈ കുടിപ്പകയുമായിട്ട് കഴിയുന്നു. ദർ വെർ നോ ലെസ് ക്രിമിനൽസ് ദാൻ ദീസ് പീപ്പിൾ. അവരുടെ പർപ്പസ് വേറെയായിരുന്നു. അവർക്ക് കുടിപ്പക, ഇവർക്ക് രാജ്യത്തോട് പക. എന്തുവായിക്കോട്ടെ, പ്രവൃത്തി കുറച്ചുകൂടെ ക്രൂരമായ പ്രവൃത്തിയായിരുന്നു മറ്റവരുടെ, ഈ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരുടെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൊതുമാപ്പ് കൊടുത്തിട്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് ചമ്പൽക്കാട്ടിൽ ഇപ്പോൾ സമാധാനം നിലനിൽക്കുന്ന ആ ഏരിയ ഈസ് ബൈ ആൻഡ് ലാർജ് പീസ്ഫുൾ നൗ. അപ്പോൾ ഈ പീസ് പ്രോസസ്സിൽ ഇതുപോലെയുള്ളവർക്കും ഒരു ചാൻസ് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അമൃത്സറിൽ പോയി കഴിഞ്ഞാൽ ജർണൽ സിംഗ് ഭിന്ദ്രൻവാലെ, അദ്ദേഹത്തിൻ്റെ സ്മാരകം കാണാൻ നിങ്ങൾക്ക്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ മരിച്ചവരുടെ സ്മാരകങ്ങൾ കാണാം, അവരുടെ പേരെഴുതിയിട്ട്. അതൊരു നല്ല കാര്യമാണോ? അല്ല. ബട്ട് ദെൻ അതാരും ഡിസ്റ്റർബ് ചെയ്തില്ല. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ചെയ്തതാണത്. ഇന്ദിരാഗാന്ധിയെ കൊന്നവർക്കടക്കം അവർ അവിടെ ഇവിടെ സ്മാരകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്മാരകത്തിൽ തൊട്ട് ആ സ്മാരകം തകർത്ത് വേണമെങ്കിൽ നമ്മൾ ഇൻ പ്രിൻസിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്മാരകം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അത് വേണ്ട, അതിൽ തൊട്ട് ആ പ്രശ്നം കൂടുതൽ വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തൊടാതെ നിർത്തി. ശരി, ആരെങ്കിലും അങ്ങനെ ഒരു കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചോട്ടെ, അതിലിനിയിപ്പോൾ വഴക്കുണ്ടാക്കാൻ പോകേണ്ടതെന്ന്. ഇങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യം മുന്നോട്ട് പോകുന്നത്. വോയിസ് ഓഫ് ഡിസെൻ്റ് ഉണ്ടാകും, വോയിസ് ഓഫ് റിവോൾട്ട് ഉണ്ടാകും, സെർട്ടൺ ആക്ഷൻസ് ഓഫ് റിവോൾട്ട് ഉണ്ടാകും. എവറി ആക്ഷൻ അതിന് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കുക, ഏതായാലും അത് ഫ്ലയറപ്പ് ഒന്നും ആകുന്നില്ല. ഒരു ഗ്രൂപ്പ് അങ്ങനെയുണ്ട്. ശരി, വി അണ്ടർസ്റ്റാൻഡ്. അല്ല, കാശ്മീരിൻ്റെ കാര്യം, ബാരാമുള്ളയിലെ കാര്യം പറയുമ്പോൾ ഒമർ അബ്ദുള്ളയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ എഞ്ചിനീയർ റാഷിദ് എന്ന് പറയുന്ന ഇയാൾ വിജയിച്ചിരിക്കുന്നത്. 47% വോട്ട് കിട്ടി, 4,72,000 വോട്ടുകളുടെ ഭൂരിപക്ഷം.
അപ്പോൾ അവിടെ കാശ്മീരിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിനുള്ള തിരിച്ചടിയല്ലേ? ഒമർ അബ്ദുള്ളയേക്കാളും വലിയ ജനാധിപത്യവാദിയല്ലേ? ഒരു പക്ഷേ അങ്ങനെ തിരിച്ചടിയാണെന്നും വ്യാഖ്യാനിക്കാം. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ടൈം. ടൈം വിൽ പ്രൂവ് ദാറ്റ്. ചിലപ്പോൾ ഈ കാൽക്കുലേഷൻ തെറ്റിപ്പോയി എന്ന് വരാം. ഇപ്പോൾ ഈ NIA കേസിൽ പിടിയിലായ ആളിനെ ജയിലിനുള്ളിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന സമ്പ്രദായമുണ്ട്. ഇന്ത്യയിലതില്ല, പക്ഷേ ചില രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അമേരിക്ക പോലെ ഗൊണ്ടനാമോ ജയിലിലേക്ക് കൊണ്ടുപോയി ഇടുക, വെയറിൻ യു ആർ കട്ട് ഓഫ് ഫ്രം ദ ഹോൾ വേൾഡ്. അവിടെ ജീവിക്കാം, അവിടെ ഈ ബെർത്ത് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കിടക്കാനേ പറ്റുള്ളൂ, എണീറ്റ് ഇരിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ പൂട്ടിയൊക്കെ ഇടുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ പേരിൽ തന്നെ. നമ്മളത് ചെയ്യുന്നില്ല, നമ്മൾ ഈ പാത നോക്കുന്നു. ഇതുപോലെ എത്രയോ പേര് കേരളത്തിലെ നക്സലേറ്റുകൾ, ഒറിജിനൽ നക്സലേറ്റുകളുണ്ടല്ലോ, കെ വേണു അടക്കം, അവർ ജനാധിപത്യ മാർഗത്തിലേക്ക് തിരിച്ചു വന്നില്ലേ? ഇന്ന് ഒറിജിനൽ നക്സലേറ്റുകളില്ല, ഫേക്ക് നക്സലേറ്റുകളാണ് ഉള്ളത്. പിന്നെ ഉള്ളത് റിയൽ തോക്കെടുത്ത് മനുഷ്യനെ കൊല്ലുന്ന മാവോവാദികളാണ്. അവരെ ആ രീതിയിൽ തന്നെ നേരിടുന്നുണ്ട്. തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞ് പ്രത്യേക സേനയൊക്കെ ഉണ്ട്. ഒരുപക്ഷേ CPM-നെ പോലെ ഇവരെ ഇത്ര കർക്കശമായിട്ട് നേരിടുന്ന ആൾക്കാർ വേറെ ഇല്ല. CPM-ന് എന്തുകൊണ്ടോ നക്സലേറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വിറവൽ വരും. വാസ്തവത്തിൽ അവരുടെ ഒറിജിനൽ പാത നക്സലേറ്റുകാരാണ് സ്വീകരിച്ചിരിക്കുന്നത്, സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷേ അവരെ ഇപ്പോൾ CPM വെടിവെച്ച് കൊല്ലും. ഗർഭിണി അവരെ വെടിവെച്ച് കൊന്നു, പിണറായിയുടെ പോലീസ് കൊല്ലും. അതാണ് അവരുടെ മുഖ്യ ശത്രു നക്സലേറ്റാണ്. പക്ഷേ അത് നമ്മുടെ സബ്ജക്റ്റ് എന്തും ആയിക്കോട്ടെ, ഫണ്ട് കിട്ടാൻ വേണ്ടിയാന്ന് പറയുന്നത്. അല്ല, അതും ആകാം. സം കറപ്ഷൻ വിൽ ബി ദെയർ ഇൻ എവറി ആക്ഷൻ. ഗവൺമെൻറ് നടത്തുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയക്കാരൊക്കെ കൈയിട്ട് വരും. ഇരിക്കട്ടെ, അപ്പോൾ ഈ ഒരു പാത അടയ്ക്കണോ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. തൽക്കാലം സർക്കാർ അത് അടച്ചിട്ടില്ല. അത് അടയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ്. യു ക്യാൻ ജസ്റ്റ് സപ്രസ് ദം. ദർ വിൽ ബി ബ്ലഡ് ഷെഡ്, ബട്ട് യു ക്യാൻ സപ്രസ് ഇറ്റ്. പക്ഷേ അത് വേണ്ട, അത് സമാധാനത്തിലൂടെ മെല്ലെ അങ്ങത്തിൽ ചിലപ്പോൾ 4, 5, 6 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും ഇത് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെ തീരുകയാണെങ്കിൽ അങ്ങനെ തീർന്നോട്ടെ, ചൊരിച്ചൊരി ഒഴിവാക്കിയിട്ട് നമുക്ക് പോവാം എന്ന് തീരുമാനിക്കും. സി, ഇൻസർജൻസി വാസ് ഓൾവേസ് ദെയർ. നമ്മുടെ ഈ ഇതുണ്ടല്ലോ, അഫ്സ്പ, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്, അത് കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ്, നാഗ കലാപകാരികൾക്ക് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. പിന്നെ പല സ്ഥലത്തും അത് ഉപയോഗിക്കപ്പെട്ടു. പഞ്ചാബിലാണ് ഏറ്റവും അധികം കാലം അഫ്സ്പ ഉണ്ടായിരുന്നത്, രാജീവ് ഗാന്ധിയുടെ കാലത്ത്. രാജീവ് ഗാന്ധി തുടങ്ങി വെച്ച അഫ്സ്പ ഏകദേശം 13 വർഷം അവിടെ നിലനിന്നു. അടിച്ചൊതുക്കുകയായിരുന്നു അവരെ ശരിക്കും. KPS ഗില്ലിൻ്റെ നേതൃത്വത്തിൽ, KPS ഗിൽ ഹിംസെൽഫ് ആസ് എ പഞ്ചാബി, ബട്ട് അടിച്ചൊതുക്കുകയായിരുന്നു. ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരനുണ്ട്. അയാളുടെ കാലിൽ കറുത്ത പാടിങ്ങനെ വളയിട്ട പോലെ കറുത്ത പാട്. ഇപ്പോൾ ട്രെയിനിൽ ദീർഘദൂരം ഡൽഹിയിൽ നിന്ന് വരികയാണ്. അയാളും എറണാകുളത്തേക്കാണ്, ഞാനും എറണാകുളത്തേക്കാണ്. ദീർഘദൂരം ഇങ്ങനെ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഇതെന്താ ഈ കറുത്തത്? നിങ്ങൾ വല്ല ഈ റിങ്ങോ വല്ലതും ഇട്ട് പിന്നീട് മാറ്റിയതാണ്? അയാൾ പറഞ്ഞു, ബ്രദർ ലുക്ക്, ചെറുപ്പക്കാരനാണ്, ഞാൻ ഈ ഒരു അപകടത്തിൽപ്പെട്ടു. ഞാൻ തീവ്രവാദിയാണെന്ന് സംശയിച്ച് പഞ്ചാബ് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. എനിക്ക് അനുകൂലമായിട്ട് തെളിവൊന്നും തരാൻ എനിക്കില്ല. ശരിയാണ്, ഞാൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. എന്തോ ബഹളം നടന്ന് ഞാനും അവിടെ പോയി വായി നോക്കി നിന്നു. അവസാനം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബഹളക്കാർ 4 ഒക്കെ ഓടി. ഞാൻ ഇന്നസെൻ്റ് ആണല്ലോ, ഞാൻ അവിടെ നിന്നു. എന്നെ പൊക്കിക്കൊണ്ടുപോയി എന്നെ ടോർച്ചർ ചെയ്തു. സത്യം പറയണ, ഇന്ന അമർപ്രീത് സിംഗ് എവിടെയാണ്, അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചിട്ട് കയറ് കെട്ടി എന്നെ തൂക്കിയിട്ടു. കാലിൽ കയറ് കെട്ടിയിട്ട് തൂക്കിയിട്ടു. മണിക്കൂറുകളോളം ഞാനങ്ങനെ കിടന്നു. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മാവനൊക്കെ ഇറങ്ങി അവിടെ പോയി പോലീസുകാരെ കണ്ട് കോടതിയിൽ പോയി ജാമ്യാപേക്ഷ മൂവി ഒന്നും പറയണ്ട. 6-7 മാസം ഞാൻ പോലീസ് കസ്റ്റഡിയിലായിപ്പോയി. ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ അവർ ചെയ്തു. ഞാൻ പറഞ്ഞു, അയ്യോ മഹാപാപമായിപ്പോയിരുന്നു. അയാൾ പറഞ്ഞു, മഹാപാപം എന്ന് ഞാൻ പറയില്ല, ഒരു കയ്യബദ്ധമാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് ഈ ദ്രോഹം ചെയ്യുന്നു. അപ്പോൾ അവർ ചെറുപ്പക്കാരനായി എന്നെ അവർ സംശയിച്ചു. എൻ്റെ കയ്യിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വയ്ക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവരെന്നെ ഭേദ്യം ചെയ്തു. ഞാൻ നോക്കുമ്പോൾ, ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ, ഇതൊരു 6-7 വർഷം മുമ്പ് കഴിഞ്ഞ സംഭവമാണ്. അവൻ പറഞ്ഞു, ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നും
ആ പോലീസുകാരുടെ ഭാഗത്തും തെറ്റില്ല. പാർട്ട് ഓഫ് ദെയർ ഡ്യൂട്ടി. ഞാൻ സത്യത്തിൽ ഇവരുടെ കൂടെ പെട്ടവനാണെന്ന് വിചാരിച്ചു. സമർത്ഥനാണ്, ഞാൻ വാ തുറക്കുന്നില്ല, അപ്പം എന്നെ കൊണ്ട് തുറപ്പിക്കണ്ടേ. ഇതിനാണ് അവരിത് ചെയ്തത്. എന്തു വാങ്ങിക്കോട്ടെ, എൻ്റെ വീട്ടിൽ പൈസയും സംഗതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനി ബാക്കി പഠിത്തം എറണാകുളത്ത് മതി. അങ്ങേ അറ്റത്ത് പോകും, തെക്കേ അറ്റത്ത് പോകും, പഞ്ചാബിൽ നിന്ന് കേരളത്തിൽ. ഫീസും സംഗതിയൊക്കെ കൊടുക്കാനുള്ള പൈസയൊക്കെ ഉണ്ട്. അവർ ദരിദ്രന്മാരൊന്നുമല്ല, അഫ്ലുവൻറ്റ് ഫാമിലിയാണ്. അവർ പറഞ്ഞു, അച്ഛൻ, ചിറ്റപ്പൻ, അമ്മാവനൊക്കെ കൂടെ പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നിൻ്റെ കാലിൽ പാട് വീണത് ഇരിക്കട്ടെ, അത് പോകുമ്പോൾ പോട്ടെ, അല്ലെങ്കിൽ അതേപ്പറ്റി ആലോചിക്കേണ്ട, ആ അധ്യായം അങ്ങ് അടയ്ക്ക്, നീ സ്ഥലം വിടുന്നു പറഞ്ഞിട്ട് എന്നെ എറണാകുളത്ത് ഇവിടെ ക്യൂസാറ്റിലും അങ്ങനെ ഉണ്ടായിരുന്നു പഠിച്ചുകൊണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പഞ്ചാബിൽ. ഇപ്പോൾ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഇഫ് സംബഡി വാണ്ട് ടു റിഫോം ഹിംസെൽഫ്, അറ്റ്ലീസ്റ്റ് ഇയാളെ ആസാമിൽ നിന്നാണ് ഇയാളെ കൊണ്ടുവരുന്നത്, അമൃത്പാൽ സിംഗിനെ. ആസാമിൽ ജയിലിലായിരുന്നു. ഇയാളെ തുറന്നു വിടുമ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ ചോദ്യം വന്നു, നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന്. ഹിമന്ത ബിശ്വ പറഞ്ഞു, അയാൾ ജയിലിൽ വെച്ച് തന്നെ ഒരു സത്യവാങ്മൂലം എഴുതി തന്നിട്ടുണ്ട്, ഇനി ഞാൻ ഒരക്രമത്തിനും പോകുന്നില്ല, ഞാൻ ജനാധിപത്യത്തിൻ്റെ പാത സ്വീകരിക്കുന്നു. എനിക്ക് ജനപിന്തുണയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ചില ആശയങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ജനാധിപത്യപരമായിട്ട് ഞാൻ പാർലമെൻറ്റിൽ പോയിട്ട് എൻ്റെ കാര്യങ്ങൾ പറയാനും ഒക്കെ എന്നെ അനുവദിക്കണം. ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് എനി അതർ പാത്ത് വയലൻസിൻ്റെ. അതേസമയം എൻ്റെ ശിക്ഷാ സംഗതി ഇപ്പോൾ കേസ് നിലനിൽക്കുന്നു, കോടതിയിലാണ്, അതിൻ്റെ വിചാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നോട്ടെ, അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല, എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണം. ഇങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് ഇയാളെ പുറത്തു വിടുന്നതെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഹി ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം. അപ്പോൾ ഹിമന്തയാണ് ഈ പോയിൻ്റ് വിശദീകരിക്കുന്നത്. ഇഫ് സമ്മൺ വാണ്ട്സ് ടു ഗെറ്റ് റിഫോംഡ്, ഇവൻ ഓർഡിനറി ക്രിമിനലല്ല, 100 രൂപ ഒരുത്തൻ്റെ പോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ടല്ല അവനെ വെടിവെച്ച് കൊല്ലുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള വിപ്ലവകാരി എന്ന് സ്വയം വിചാരിക്കുന്ന ആൾക്കാർ റിഫോം ചെയ്യാൻ തയ്യാറാകുമ്പോൾ വേണ്ട, നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുന്നത് ശരിയാണ്. ഇതാണ് ഹിമന്ത ബിശ്വ ശർമ്മ ചോദിച്ചത്. അതിൽ മെറിറ്റ് ഉണ്ടെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് ഇവർ ജയിച്ചു എന്ന് പറഞ്ഞതിൽ അങ്ങനെ പരിഭ്രമിക്കാനൊന്നുമില്ല. 3 പേരെങ്കിലും 3 പേര് മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു എന്ന് അവർക്കൊരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കണം. ഒരിക്കൽ അവർ ചെയ്തു പോയി, അതുകൊണ്ട് അവർ വെറുക്കപ്പെട്ടവരാണ് എന്ന് പറയരുത്. പലപ്പോഴും പല തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഇവരുടെ ഈ ഗാങ്ങിൽ പോയി പെടുന്നവരുണ്ട്. പല ആവശ്യങ്ങൾക്കായിട്ട് ഇതിൽ പോയി ചാടുന്നവരുണ്ട്. വീട്ടിലെ അച്ഛൻ സിനിമ കാണാൻ കാശ് തന്നില്ല, ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നു. ഇവർ വല വീശുന്നു, നീ ഇവിടെ വേണ്ട, സിനിമ കാണാനുള്ള കാശും സംഗതിയൊക്കെ ഞങ്ങൾ തരാം, ഞങ്ങളുടെ കൂടെ കൂട്ടി. അങ്ങനെയൊക്കെ പോകുന്ന വഴിതെറ്റിപ്പോകുന്ന ആൾക്കാർ, അവരെ തീവ്രവാദി എന്ന് പറയുന്നു. അവർ ശരി 1-2 സ്ഥലത്ത് ബോംബ് വയ്ക്കുകയോ വെടിവയ്ക്കുകയോ ഒക്കെ ചെയ്ത് കാണും. ബട്ട് ദേ ഷുഡ് ബി ഗിവൺ എ ചാൻസ് ടു കം ടു ദ മെയിൻ സ്ട്രീം. ആ രീതിയിൽ നോക്കുക. ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം മാത്രം, ഞാൻ അവരെ ന്യായീകരിക്കുന്നൊന്നുമല്ല, സംശയത്തിൻ്റെ ആനുകൂല്യം. ഇഫ് ദേ ആർ കമ്മിങ് ആൻഡ് ബിഹേവിങ് പ്രോപ്പർലി, വെൽ. പക്ഷേ അവർ ഇന്നലെ വരെ ഉയർത്തിയ മുദ്രാവാക്യമാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. അത് മാറുമെങ്കിൽ നന്ന്. ഈ മുദ്രാവാക്യം ഒക്കെ ഈ ചെറുപ്പത്തിൽ നടത്തുന്ന ഓരോ കലാപരിപാടികളാണ്. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നവരാണ് കെ വേണു, സിവിക് ചന്ദ്രൻ, അങ്ങനെ എത്രയോ പേർ. ഇവരൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നു. വെള്ളത്തൂവൽ സ്റ്റീഫനുണ്ട്. ഏതായാലും ഇവർ 3 പേരും പാർലമെൻറ്റിലേക്ക് എത്തുകയാണ്. എങ്ങനെയായിരിക്കും പെർഫോമൻസ്, അവർ ദേശീയ ധാരയിൽ അലിഞ്ഞു ചേരുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.